മൊബൈൽ ഫോണിൽ സ്ക്രീൻ റെക്കോർഡർ എടുത്തുകൊണ്ടിരിക്കെ തന്നെ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ സ്ക്വയറായും സർക്കിളായും ഇനി മാനുവലായും ഒക്കെ മാർക്ക് ചെയ്യാനും പ്രത്യേക കാര്യങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന ഒരു സ്ക്രീൻ റെക്കോർഡർ ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ തികച്ചും സൗജന്യമാണ്. അതുപോലെ തന്നെ ഇതിൽ വാട്ടർ മാർക്കും ഇല്ല. പിന്നെ കുറച്ച് പരസ്യങ്ങൾ ഉണ്ടാകും എന്നു മാത്രം. നമ്മുടെയൊക്കെ ഫോണിലുള്ള സ്ക്രീൻ റെക്കോർഡറുകളെ അപേക്ഷിച്ച് ഇതിൽ നമുക്ക് ലൈവായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഇപ്പൊ സുഹൃത്തിനോ ബന്ധുവിനോ സ്ക്രീൻഷോട്ടിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്, എന്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് അവർക്ക് പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്ക്രീൻ റെക്കോർഡർ അയക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡർ ഡൗൺലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ 10 സെക്കൻഡെങ്കിലും എടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സാധാരണ ചെയ്യുന്നത് പോലെ ഇതുപോലെ എന്തെങ്കിലും ട്യൂട്ടോറിയൽ വരുന്നെങ്കിൽ നെക്സ്റ്റ് പോകാം. പിന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും. ഈ ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. എക്സിറ്റ് ബട്ടൺ ചെയ്താൽ വീണ്ടും പർച്ചേസ് ചെയ്യേണ്ടത് തന്നെയാണ് വരിക. ഒരിക്കലും ഇവിടെ ഫ്രീ ട്രയലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത്, വീണ്ടും എക്സിറ്റ് പോകേണ്ട ബട്ടൺ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ എല്ലാ തവണയും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യാൻ കാണിക്കും. അപ്പോഴൊക്കെ ഇതും എക്സിറ്റ് പോയി കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടും. ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അതിലേക്കൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് ഇത് നിങ്ങളെ കൊണ്ടെത്തിക്കുക. ഇതിനകത്ത് നിന്ന് ഈ സ്ക്രീൻ റെക്കോർഡർ കണ്ടെത്തിയിട്ട് ജസ്റ്റ് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ബാക്ക് വരാം. എന്നിട്ട് ആപ്ലിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീനിലേക്ക് ഒന്ന് ടച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൺഫേം എന്ന് പറയുന്ന ബട്ടണിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു ഓപ്ഷൻ ഓൺ ആയി കിട്ടും. ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും ബാക്കിലേക്ക് വരാം. അപ്പോൾ നമ്മുടെ ഫോണിലെ പല പെർമിഷനും ചോദിക്കുന്ന പെർമിഷനൊക്കെ കൊടുക്കുക. വീണ്ടും ഇവിടെ ക്യാമറയുടെ ഐക്കൺ ഉണ്ടാവും, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പെർമിഷൻ ചോദിക്കും, അപ്പോൾ അത് പെർമിഷൻ കൊടുക്കുക. ഓക്കെ, വീണ്ടും ചോദിക്കും, വീണ്ടും കൊടുക്കുക. ഓക്കെ, പിന്നെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ബാറ്ററി പെർഫോമൻസ്, ബാറ്ററിയുടെ ചിത്രം കാണുന്ന ഓപ്ഷനിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നോ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കണം. ഇനി ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡർ സ്റ്റാർട്ടായി. ഓക്കെ, നമുക്കിവിടെ സൈഡിൽ ഒരു ബട്ടണിൽ നമ്മുടെ ടൈം കാണിക്കും. സാധാരണ സ്ക്രീൻ റെക്കോർഡറൊക്കെ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇനി നമുക്ക് സ്ക്രീനിൽ കാണിക്കുന്ന എന്തും മാർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതിനായിട്ട് നമ്മുടെ ഇവിടെ കാണുന്ന ആ ബ്ലൂ സെക്കൻഡ് ഉണ്ടല്ലോ, ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെന്നിൻ്റെ ഐക്കൺ ഉണ്ടാവും. ഈ പെന്നിൻ്റെ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബാർ വരും. ഈ ബാറിലാണ് പലതരം കാര്യങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി പെന്നിലാണുള്ളത്. പെന്നിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചുവപ്പ്, നീല എന്നുള്ളതൊക്കെ പല കളർ ഉണ്ടാവും. ഇതിൽ ഏത് കളറാണ് സെലക്ട് ചെയ്യുക, ബ്രഷിൻ്റെ വലിപ്പമൊക്കെ കൂട്ടാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, എന്താണ് എവിടെ വേണമെങ്കിൽ ആപ്ലിക്കേഷനകത്തും ഒക്കെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓപ്ഷൻ ഒന്നും ഓൺ ചെയ്യാൻ സാധിക്കില്ല. അതിന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എക്സിറ്റ് പോകണം. അതിനായിട്ട് ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ട്, ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഞാൻ വാട്സപ്പിനകത്ത് ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഞാൻ വാട്സപ്പിനകത്താണുള്ളത്. ഇതുപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ആ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ സ്ക്വയർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇനി ആരോ മാർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ആരോ മാർക്ക് കൊടുക്കാം. നമുക്ക് എന്തെങ്കിലും എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മാർക്ക് ചെയ്ത് ആവശ്യം കഴിഞ്ഞാൽ എക്സിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.